ചെന്ന് തിന്നേച്ചു പോ. ആരെയാ കൊള്ളൂല. ഞങ്ങൾ ഷാപ്പിൽ പോയി സ്വല്പം അടിച്ചു വരാം. ഇന്നിപ്പോ ഇത്ര അടിച്ചത് മതി. തീർന്നു. ഞങ്ങൾ ഷാപ്പിൽ പോയി കൊഞ്ചോട് പയ്യെ എന്താ എന്ന് പറ. പറഞ്ഞാലത് കേൾക്കൂല. ആ കേക്കും. ഞങ്ങളിപ്പോ കണ്ടു വെച്ചാലേ ഉള്ളൂ. എന്നാ ബോധിക്കുമ്പോ വാ. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കാൻ വലിയ ഇഷ്ടാ. നമ്മളവിടെ അനിയത്തിരിപ്പുണ്ടല്ലോ, അവളോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇന്ന് മുഴുവൻ മുഖവും വീർപ്പിച്ചുണ്ടാക്കിയിരുന്നായിരിക്കും. രണ്ട് ശരിക്കും മിനിങ്ങിട്ടുണ്ട്. അയ്യോ അമ്മായി, ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചത് മുഴുവല്ലേ ചെല്ലണ്ണനാ. പക്ഷെ അങ്ങേരെ കണ്ടിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു ഒന്നുമില്ല. അതൊരുപടി അതാ, അതുകൊണ്ടല്ലയോ. ചെല്ലു ചെല്ലു. കൊഞ്ചവളേ കരിങ്ങാലി വെള്ളം മണം പിടിക്കൊന്നും വേണ്ട. ശരിയായി പെണ്ണിന്റെ കാര്യം കൊണ്ട് നമുക്ക് ഉടനെ ഇവിടെ പിടിച്ച് കെട്ടിച്ചപ്പെടണം. ഇവിടെ വന്നത് പിടിപ്പിക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞ അണ്ണന്റെ അടുത്ത് ശാസ്ത്രം കൊണ്ട് ചെന്നാണല്ലോ. അടുത്ത കരിമ്പ് വീട്ടിന് മുമ്പ് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. ആ എങ്കിൽ പിന്നെ രണ്ടുപേർക്കും കൂടി കയറൂരിങ് ഇറങ്ങാലോ. എന്നാ പിന്നെ എനിക്ക് എന്റെ മോളുടെ കൂടെ പോയി താമസിക്കാം. നോക്കിയായി ഇത്തവണ ഞങ്ങൾ നടത്തിയിരിക്കും. എങ്കിൽ നന്നായി. എന്ന് തുടങ്ങി മാമാപ്പണി. ചെല്ലണോ ചെല്ലണോ? എന്താ താണ്ട നിങ്ങളുടെ അനി ആ മുക്കിലിട്ട് ആ കൊച്ചാപ്പിയെ തല്ലി ചതയ്ക്കുന്നു. നിങ്ങൾ ചെന്നേ പറ്റത്തുള്ളൂ. പിടിച്ചു മാറ്റാൻ ചെല്ലുന്നവനൊക്കെ അങ്ങനെ തല്ലുന്നു. ഈ ചെറുക്കന്റെ കാര്യം പറ്റാ. ഇവനെ പെങ്ങളെ പറ്റി അനാവശ്യം പറഞ്ഞു. ശിവൻ ചേട്ടൻ ഇടപെടരുത്. ആ ഇടപെടും പറഞ്ഞു. പോടാ വീട്ടില്. അല്ലെന്ന് ഇവൻ ആ പോകാൻ പറഞ്ഞ പറ്റണം. പോടാ. അതിന് അവനെന്താ പറഞ്ഞേ? നിന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. എന്നെ പറ്റി എന്ത് പറയാൻ? നിന്നെ ശിവൻചേട്ടനെ പറ്റി. ഓ ഇതിനാണോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദിവസവും ബഹളം ഉണ്ടാക്കിക്കോ. അതിനിപ്പോ ഞാനാണോ? ഇപ്പൊ നീ തന്നെയാ. മൂത്തവൻ ഒരുമാതിരി അടങ്ങി ഒതുങ്ങി വന്നപ്പോ നീ തുടങ്ങിയേക്കുവാ. പെറ്റ വയറിന് തൊഴിലും കൊടുക്കരുതല്ലോ. എനിക്ക് വരായിരുന്നു. ചെല്ലെണ്ണം പറയാതെ ഇന്ന് ഇവിടുന്ന് ഒരു തുള്ളി പച്ചവെള്ളം കിട്ടില്ല. നിന്റെ ഹോക്കിനൊരു പിടി പിടിച്ചാണല്ലോ. പിടിക്കും. കുറച്ച് ഛേദമുണ്ട്. അവൻ ചത്തുവേന്ന് വെച്ചോ? ആരിത്രം പറയും? കലി കളയാനൊക്കെ കണ്ണു മൂക്കൂല. അതറിയാവുന്നുണ്ടാ ഇതുമാതിരി സെറ്റിലും കൂട്ടത്തിൽ ചെന്ന് വളരെ നീ പറയാറുള്ളത്. ഓ അല്ലേലും ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിനക്കെന്താ വില അല്ലേ? വിലയൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ അണ്ണനെയോ പെങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നീ കണ്ണു കാണൂല. അതാ ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ അടക്കണമെന്ന്. ഇന്ന് തന്നെ നീ ആ കൊച്ചാപ്പിയെ തല്ലിയായിരുന്നു. പിന്നെ ഇങ്ങനെയാണോടാ തല്ലുന്നത്? നോവിക്കാൻ തല്ലും തല്ലും, ഒതുക്കാൻ തല്ലും തല്ലും, ഒടുക്കത്തെ തല്ലുമുണ്ട്. അത് മൂന്നും വ്യത്യാസമാണ്. ഒരു വീഡിയോ പറഞ്ഞില്ലേ?
ഡാ വലിക്കണ്ടടാ പിള്ളാരെ. കുടിച്ചോ, എത്ര വേണേ കുടിച്ചോ, വലിക്കരുത്, ദുശീലമാ. ഗൗരി ഗൗരി, ഇവർ ആഹാരം കൊടുത്തോടി. അണ്ണം പറയാതെ തരൂല്ലെന്ന് പറഞ്ഞു. കൊടുത്തേരടി. കൊടുത്തേക്കട്ടാ. ആ ഓട്ടെ, പാവല്ലയോ. ആ പിന്നെ ഉണ്ടെങ്കിൽ ആകെ ഉണ്ടോർക്കും എടുത്തോ. ഇവൻ കാണുന്നല്ല ഫസ്റ്റ് ക്ലാസ് കൊഞ്ച് കളഞ്ഞു വെച്ചാ വന്നിരിക്കുന്നത്. ഒരാൾക്കും കൂടെ കാണുള്ളൂ. ഓഹോ. ആ അളിയോ, ഇനി എനിക്കില്ലെന്നാണോ? ഇത് കേട്ടാൽ ബാക്കിയൊക്കെ തുടങ്ങി വെച്ചത് വേറെ ആരാണ്ടാണെന്ന് തോന്നും. വേറെ ആരുമല്ല, എല്ലാം ഞാൻ തന്നെയാ. പക്ഷേ ആദ്യമായിട്ട് നീ കുടിക്കുന്നത് എന്റെ കയ്യിന്ന, അത് നീ സമ്മതിക്കണം. ഓ, അന്നിവിടെ ഒരു ഛർദി തള്ളയുണ്ട്. ഒരു ഒച്ച അതൊക്കെ കേട്ടാ മതി, അവരുണരും. പാറ്റ മാതിരിയാ. ഓ മതി മതി പഴങ്കഥ. എനിക്കതൊന്നും പഴങ്കഥയല്ല, എനിക്ക് ആകപ്പാടെ ആ ഒരു കഥയേ ഉള്ളൂ. നിനക്കായിരിക്കും വേറെ കഥയുള്ളത്. വേറെ എന്തേലും കഥ ഉണ്ടെങ്കിൽ അതിനെല്ലാരും കൂടി ഒക്കെ തന്നെ ആയിരിക്കും കാരണക്കാര്. കാരണക്കാരെല്ലാം കാരണക്കാരാ, സമ്മതിച്ചു. പക്ഷെ നീ അന്ന് ആ പറട്ട നാടകക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയില്ലായിരുന്നില്ലേ? അല്ലേ, ഇതെന്താ പറഞ്ഞോണ്ട് വന്നേ? ഇപ്പൊ എന്താ പറഞ്ഞോണ്ട് വെക്കുന്നേ? നമ്മൾ തുടങ്ങിയത് കരിമ്പുകാട്ടിലെ കഥയല്ലയോ? കരിമ്പും നിലാവത്ത്. അന്ന് ആദ്യമായിട്ട് ഇവിടെ ഒരാണ് അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം. അന്നത്തെ പാട്ടാ നിലാവത്തെ. നമുക്ക് ഒന്ന് നിലാവ് കാണാം. അല്ല, ഇതെങ്ങോട്ടാ ബോധം വെക്കണമില്ലാതെ? ചില എപ്പോഴും ബോധം വെക്കണമല്ല പെരുമാറിയിട്ടുള്ളത്. അല്ലേ അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുറുമ്പ് വെള്ളം. കുറുമ്പ് വെള്ളം 9 ദിവസം കാത്തിരുന്നിട്ട് 9ാമത്തെ ദിവസം സന്ധ്യയ്ക്കായി വിള കിട്ടുന്നത് ഓർമ്മയുണ്ടോടി നിനക്ക്? ഉണ്ട്. അന്ന് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് പേടിയാ. ചത്തു പോണേന്നും പറഞ്ഞ് ഞാൻ അമ്പലത്തിൽ നേർച്ച വരെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അന്നത്തെ പല പെൺപിള്ളേരും വെച്ചിട്ടുണ്ട്. അതിൽ പലരെയും പിന്നെ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാ പേടിയാ. താഴെ 2 പിള്ളേർ വളർന്നു വന്നതുകൊണ്ട് ഞാനൊന്ന് ഒതുങ്ങി. അല്ലാതെ എമ്പന്റെ ആരെങ്കിലും തല്ലി കൊന്നേനെ. ഇനിയിപ്പോ രണ്ടിനെ ഓരോ കര കാണിച്ചു കൊടുത്തിട്ട് വേണം വീണ്ടും ഒരു കളി തുടങ്ങാൻ. നീ കൂടെ വേണം. എന്നാലും രസമുള്ളൂ. എന്തോന്നാ ഇത്? ആരെ എവിടെയൊന്നും നോക്കാതെ. അയ്യോ, മറന്നുപോയി. നീ ഇതൊന്നും ഗൗരിയോട് പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ അങ്ങനെ പറയൂ? അതിനെ ഞങ്ങള് അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് വരാണ്ടാ. അല്ലിയാമ്പൽ കടാവിലെന്നര അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുറുമ്പ്. മുഴുവൻ കരഞ്ഞു കളയാതെ. നീ കരയാനിരിക്കുന്നതേ ഉള്ളൂ. വഴിയെ പോയതിനെ വിളിച്ചു കയറ്റി വയറ്റിലുണ്ടാക്കിയിട്ട് എന്റെ പാവം അന്നെ ചൂണ്ടിക്കൊടുക്കാൻ ധൈര്യം കാണിച്ച പെറുക്കി നിനക്ക് ഞാൻ കാണിച്ചു തരാം. മോനെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു.
ഇനിയിപ്പോ അയ്യോ കാണാൻ പോവല്ലോ ജയിലില്. അപ്പൊ പറഞ്ഞേരെ, എന്നെങ്കിലും ഒരു ദിവസം അവൻ ഇറങ്ങി വരുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആ വയറ്റിൽ കിടക്കുന്ന ജന്തു പുറത്തു വരുന്നവരെ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ദേ വിചാരിച്ചിട്ടല്ല, അതിനെ എനിക്ക് വേണം. അവിടെ ഞാനും എന്റെ മോളും ഉണ്ട്. ഞങ്ങളും നോക്കിക്കൊള്ളാം. നിനക്കിനി ഈ നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ രണ്ടും പെണ്ണുങ്ങളാ. ആർക്കും വന്നു കയറി എന്തും കാണിക്കാൻ പറയുകയും ചെയ്യാന്നാവും. ഇന്നലെ വരെ കണ്ടതുപോലെ ആയിരിക്കില്ല നാളെ മുതൽ നാട്ടുകാർ നിന്നെ കാണാൻ പോകുന്നത്. അവർക്കിനി നീ പിഴച്ച പെണ്ണ്, അതും ഒരു തൂണും തുണയില്ലാതെ. അവര് നിന്നെ പഴപ്പിക്കും. അമ്മായിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പേടിയുണ്ടോ? ഉണ്ട്. എങ്കിലും അമ്മായി അമ്മയുടെ വീട്ടിൽ പൊയ്ക്കോ. തീരെ സഹിയുടായിട്ട് തോന്നുമ്പം ഞാൻ അറിയിക്കാം. അല്ലെങ്കിൽ അങ്ങ് വരാം. നമുക്ക് പോകാം മോളെ. നാളെ തന്നെ അങ്ങ് പോകാം. അതാ നല്ലത്. ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടും വരുന്നില്ല. വരുന്നതെല്ലാം ഞാൻ സഹിച്ചോളാം. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്ത് വരാനാ? ഇവിടെ ആരെങ്കിലും കൂടെ പറഞ്ഞയച്ചിട്ട് അങ്ങ് പോണോന്നായിരുന്നു എന്റെ കണക്കൂട്ടിൽ. ആ കണക്കൂട്ടിലെല്ലാം തെറ്റി. ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അവക്കൊന്നും വരുത്തില്ല. ഇനി നിങ്ങളെല്ലാം മാത്രമേ ഏൽപ്പിക്കാനായിട്ട് കാണുന്നുള്ളൂ. ഞാൻ പോട്ടെ മോളെ. ശരിക്കുള്ളവനെ ഞാൻ പുറത്തേ അടിക്കും. അവനെ ഞാൻ കണ്ടുപിടിക്കും. അവനെ കൊണ്ട് മിണ്ടിക്കും. അവനെ കൊണ്ടാ മിണ്ടിക്കേണ്ടത്. എടാ, അവനെ കൊണ്ട് മിണ്ടിക്കോളാ. അവന് ബോധമില്ല. വൈരാഗ്യം കയറിയിട്ട് തലയ്ക്ക് വെളിവില്ലാത്ത പോലെയൊക്കെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോവാൻ ചന്ദ്രി. എവിടെയെങ്കിലും പോയി ഒരു മാലയിട്ട് എവിടെയെങ്കിലും നമുക്ക് കഴിയാം. എനിക്ക് ജോലി ചെയ്യാനറിയാം. ഞാൻ വരാം. ചേട്ടന്റെ സമ്മതം വാങ്ങിച്ച് ഞാൻ വരാം. സമ്മതിക്കൂ? എന്റെ ചേട്ടനാ, സമ്മതിക്കും. നീ ഒന്ന് പുറത്തേക്ക് പോയി. പോ മോനെ.
ചേട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്നോട് പൊറുക്കണം. ഞാൻ അന്ന് ചോദിച്ചപ്പോ നീ എന്താ ഇവന്റെ പേര് പറയാഞ്ഞേ? ഇങ്ങേരാന്നറിഞ്ഞാൽ ചേട്ടൻ കൊന്നു കളഞ്ഞാലോ എന്ന് പേടിച്ചിട്ടായിരുന്നു. ചെല്ലണ്ണനെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ചേട്ടൻ ഒന്നും ചെയ്യില്ലെന്നായിരുന്നു. എന്താ എനിക്ക് ചെല്ലണനെ പേടിയാണെന്ന് നീ വിചാരിച്ചോ? പിന്നെ നിങ്ങൾ തമ്മിലുള്ള അടുപ്പവും. ആ നേരത്ത് ചേട്ടൻ പ്രാന്ത് കയറിയ മാതിരിയായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലണ്ണന്റെ അല്ലാതെ മറ്റാരുടെ പേര് പറഞ്ഞാലും ചേട്ടൻ നേരെ പോയി കൊല്ലുമെന്ന് എനിക്ക് തോന്നി. ചീത്ത നേരത്ത് തോന്നിയ ബുദ്ധിക്ക് ആ നേരത്ത് ഒരാൺതുണയില്ലാതെ ഇനി എനിക്ക് അവിടെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റത്തില്ല. അമ്മായി പോയ പിന്നെ ഇത്രയും നാൾ ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞതിന്റെ പാട് എനിക്കറിയാം. രാത്രി മുഴുവൻ വീടിന് ചുറ്റും ആണുങ്ങള് അലന്ന പട്ടിക്കുര പോലെ. എനിക്ക് ആ ഭദ്രനെയും വാസുവിനെയും ഒക്കെ പേടിയാ. എല്ലാരും പേടിയാ. എന്റെ വയറ്റിൽ കിടന്ന് ഇതിനെ ഓർത്ത് ഇത്രയും കാലം അവരെന്നെ വെറുതെ വിട്ടത്. ഇനിയിപ്പോ ചേട്ടൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ചന്ദ്രയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ആണത്തയില്ലാത്ത ഒരുത്തിന്റെ കയ്യിലാണല്ലോടാ ഞാൻ എന്റെ പെങ്ങളെ ഏൽപ്പിക്കുന്നത്. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇവനെങ്കിലും ചേട്ടൻ അനുഗ്രഹിക്കണം. ഇവന്റെ പുറത്ത് ചേട്ടന്റെ ശാപം ഉണ്ടാവരുത്. ശാപമോ? നീയാണിനി ഇവർക്കല്ല. അവർക്ക് ഞാനുണ്ട്. ഒന്ന് എണീറ്റേ. എന്തൊരു ഉറക്കം ഇത്. ഇന്നലത്തെ ക്ഷീണം. കുഞ്ഞിനെ പിടിച്ചേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. വാ, 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 വാ. കുഞ്ഞിനെ ഇങ്ങ് തന്നേടാ. വേണ്ട വേണ്ട, ഇവന്റെ കരച്ചിൽ ഞാൻ മാറ്റിക്കോളാം. ശരി. എന്തൊരു മോനെ, എന്തൊരു വലിയ കൊഞ്ചിക്കലാണല്ലോ. ജയിലിൽ പോയി കണ്ട് രണ്ടുപേരും കൂടെ അനുവാദം വാങ്ങിച്ചു വന്നതൊക്കെ അറിഞ്ഞു. നിനക്കിത് വേണ്ടായിരുന്നടാ തമ്പി. നിനക്കറിയായിരുന്നു ഞാൻ ഈ വീട്ടിൽ നോട്ട് വിട്ടിട്ടുണ്ടെന്ന്. ഇത്രയും കാലം നിന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ തോന്നിയത് നിന്റെ അവസാനം. അതുകൊണ്ടാ. ഭദ്ര, കഴിഞ്ഞെല്ലാം മറക്കണമെന്നേ. എനിക്ക് നിങ്ങളോട് ഇനിയിപ്പോ എന്റെ ചേട്ടന്റെ കഴുത്തെ കൂടെ കത്തി കയറുന്നത് വായും പുറം നോക്കി ചെറ്റാടാ നീ. അതും അവനവൻ കയറി വയറ്റിലുണ്ടാക്കിയ പെണ്ണിന്റെ പേരില്. നിന്റെ ആളത്ത് അപ്പം എനിക്ക് മനസ്സിലാടാ. അതുകൊണ്ട് തന്നെ നീ എനിക്ക് തണ്ടിയല്ല. ഒറ്റയ്ക്ക് ഇന്ന് വർത്തമാനം പറയാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. എല്ലാം കഴിയുന്നവരെ പതുങ്ങിയിരുന്നേച്ച് എല്ലാരും എല്ലാം മറന്നെന്ന് കണ്ട് കൊച്ചു പുറത്ത് വന്നപ്പോ കൂടെ പോകുന്നവരൊരു തന്ത. നിനക്ക് എന്തുറപ്പാടാ ഇത് നിന്റെയാന്ന്? എന്താ നീ പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചാണെന്നാണോ? ഭദ്ര, പറഞ്ഞു ഞാൻ വല്ലാതെ പറഞ്ഞു കയറുന്നു. തന്റെ അണ്ണന്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനാ, ഞാൻ സമ്മതിച്ചു. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് വെച്ച് നമ്മൾ തമ്മിൽ ഒന്നുമില്ല. നീ ഇവളുടെ പാട്ടിന് വിട്ടേച്ച് പോയാല് നിനക്കിനി അതിന് സമയമുണ്ട്. അത് പറയാനാ വന്നത്. ഇനി സമയമുണ്ട്.
എനിക്ക് വേണ്ടത് ദാ ഇവരെ രണ്ടുപേരെയാ.